നോമിത് എന്താണ് ഈ കാണുന്നതോ? അടുത്ത ജന്മത്തിൽ ബ്രാഹ്മണനായി ജനിക്കേണ്ട അദ്ദേഹം ദാ യോഗയൊക്കെ ചെയ്ത് തുടങ്ങിയിരിക്കണോ? ഇനി അങ്ങനെ സമാധി ആയാൽ മതി. അടുത്ത ജന്മത്തിൽ നേരിട്ട് നമ്പൂരി അല്ല സോറി ആ ബ്രാഹ്മണൻ എന്തൊക്കെയാണോ ഇങ്ങനെ ഇല്ല എന്തെങ്കിലും ആട്ടെ. യോഗയൊക്കെ ചെയ്യുന്നത് കണ്ടോ? ഇനി അടുത്ത ജന്മത്തിൽ ബ്രാഹ്മണനാകാൻ കൊതിച്ച തൃശ്ശൂർ നിവാസികളായ ഇദ്ദേഹത്തെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചവരെല്ലാവരും നാളെ മുതൽ കൃത്യമായി യോഗയൊക്കെ ചെയ്ത് അങ്ങനെ സമാധാനമായിട്ട് ഇരിക്കുക. ബാക്കിയെല്ലാം ഈ യോഗയിലൂടെ നടന്നു പോകും. എങ്ങനെ ഇരിക്കണോ? ഇനി അമ്പലത്തിലെ ഉത്സവം, കോടിയേറ്റം, അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ, ആനകളുടെ എഴുന്നള്ളത്ത്, വെടിക്കെട്ട്, ഇതൊക്കെ എന്താ പുരോഗമന പ്രസ്ഥാനങ്ങളും അല്ല വളരെ പുരോഗമനമുള്ള കാര്യങ്ങളാണേ. അതുകൊണ്ട് പറഞ്ഞത്. അയ്യോ എന്തോടെ ഈ കാണിക്കുന്നേ? എന്താ ഇത്രയും നാളില്ല ഇതിനു മുമ്പ് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ സുരേഷ് ഗോപി യോഗ ചെയ്യുന്നത്? ഓരോ ദിവസം ഇനി ഇതുപോലത്തെ സീനാ. കാരണം മോഡി ഇങ്ങനെയാ, മനസ്സിലായോ? മോഡിയുടെ കയ്യിലിരിപ്പ് ഇതുപോലത്തെ പരിപാടികളാണ്. ഇങ്ങനത്തെ ഓരോ നമ്പർ കാണിക്കുക, ശ്രദ്ധ തെറ്റിക്കുക, 2 ദിവസം അതും പറഞ്ഞുകൊണ്ട് നടക്കുക, ഇവിടെ നമ്മളൊന്നും ചെയ്തില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഇത് സംഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന പോലെ ഈ രാഷ്ട്രീയം എന്നല്ലെങ്കിൽ രാഷ്ട്രീയം എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, പൊളിറ്റിക്സ്, ആ സംഭവം ഇപ്പോൾ ഇല്ല. പകരം ചില കോർപ്പറേറ്റ്സ് ആണ് ഈ സംഭവമൊക്കെ നടത്തിക്കൊണ്ട് പോകുന്നത്. അപ്പോൾ അതിൽ തലമൂത്ത ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പല കാര്യങ്ങളും ഉണ്ട്. അവർ ആ ഒരു സിസ്റ്റത്തിലേക്ക് ആൾക്കാരെ എത്തിച്ചുകൊണ്ടിരിക്കുന്ന ട്രാൻസിഷൻ പീരീഡിൽ അതിനേറ്റവും നല്ല രീതിയിൽ വഴങ്ങിക്കൊടുത്ത ആൾക്കാരാണ് ഈ മോഡിയുടെ പാർട്ടിയൊക്കെ. ഇവിടെ എല്ലാവരും BJP കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് എന്നൊക്കെ പറഞ്ഞ് ഇപ്പോഴും നടപ്പുണ്ടെങ്കിലും ഇത് ലാസ്റ്റാണ്, ഒരു അവസാനത്തെ തലമുറയാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഇവരില്ല. ഈ പൊളിറ്റീഷ്യൻസ് എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയം എന്ന് പറഞ്ഞൊരു പ്രവർത്തനം പോലും ഇല്ല. അപ്പോൾ നമ്മളെല്ലാം ഇപ്പോൾ ഇത് അങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം പൊതുജനം അത്രയ്ക്ക് അറിഞ്ഞിട്ടില്ലെന്നേ ഉള്ളൂ. അപ്പോൾ അതിലേക്ക് ഈ പറഞ്ഞ പോലത്തെ ഇങ്ങനത്തെ ആൾക്കാരൊക്കെ മതിയെന്ന് തോന്നുന്നു, മനസ്സിലായില്ലേ? അപ്പോൾ അവരെന്ത് ചെയ്യും? അവർ ഇതുപോലത്തെ കാൻഡിഡേറ്റ്സിനെ നിർത്തി ജയിപ്പിച്ച് ഇവന്മാരെ കൊണ്ട് പൊട്ടത്തരൊക്കെ കളിപ്പിച്ച് ഇങ്ങനെ യോഗയൊക്കെ ചെയ്യിച്ച് അവിടെ ഇവിടെയും പോയി തപസ് ചെയ്തിരുന്നു, അവിടെ പോയി കറങ്ങി നടന്നു, ഒരു അമ്പലമൊക്കെ പണിത് തരാം, അങ്ങോട്ട് പോയി ഇരിക്കുക എന്ന് നമ്മൾ ഇങ്ങനെ പറ്റിച്ചുകൊണ്ടിരിക്കും. ഇവിടുത്തെ മണ്ടന്മാരായ ജനങ്ങളെ ആ ഒരു സിസ്റ്റത്തിലേക്ക് എത്തിക്കാൻ വേറെ വഴിയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ വികസിത രാജ്യങ്ങളിലൊക്കെ ഏകദേശം ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഇപ്പോൾ ട്രംപിൻ്റെ അടുത്തേക്ക് എത്തുന്നത് എങ്ങനെ, അല്ലെങ്കിൽ അവിടെയൊക്കെ എങ്ങനെയാണ് കാര്യങ്ങൾ നടന്നു പോകുന്നതെന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഇവിടുത്തെ കോർപ്പറേറ്റ്സ് വഷളന്മാരായതുകൊണ്ട് ഇവിടെയുള്ള ജനം കുറച്ച് ബുദ്ധിമുട്ടും, അത് വേറെ കാര്യം. രാഷ്ട്രീയത്തിലൊന്നും ആൾക്കാർക്ക് ഇപ്പോൾ താല്പര്യം പോലും ഇല്ല. അതുകൊണ്ട് ഇതിന് ഭരിക്കാനും ഈ കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോകാനും ഒരു കോർപ്പറേറ്റ് സെറ്റപ്പിനെ പറ്റത്തുള്ളൂ, പഴയ കാലമല്ല. അപ്പോൾ അതിനകത്തെ ഒരു ഐറ്റമാണ് ഈ കാണുന്നത്. അപ്പോൾ അങ്ങനെ ഒരാൾ ജയിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ഏതെങ്കിലും കമ്പനിയുടെ ഒരു എക്സിക്യൂട്ടീവ് ആയിരിക്കും ചിലപ്പോൾ ഇദ്ദേഹം, മനസ്സിലായില്ലേ? അപ്പോൾ ആ എക്സിക്യൂട്ടീവിനെ കൊണ്ട് പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. അവർ പറയും നീ ഇന്ന് വേറെ ഒന്നും ആലോചിക്കേണ്ട, ബാക്കിയൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം, ഞങ്ങൾക്കറിയാം എന്ത് ചെയ്യണമെന്ന്. തന്നെ ഇവിടെ നിർത്തിയതും ജീവിപ്പിച്ചതൊക്കെ നമ്മൾ തന്നെയാണ്, കാശിറക്കിയതും മുടക്കിയതൊക്കെ ഞങ്ങളാണ്. അപ്പോൾ താൻ എന്താ ചെയ്യണ്ടേ? നമ്മൾ പറയുന്ന കാര്യങ്ങൾ ചെയ്താൽ മതി. അടുത്ത പ്രാവശ്യം ജയിച്ചാലും തോറ്റാലും തൻ്റെ കാര്യം സേഫ് ആയില്ലേ, സെറ്റായില്ലേ? അപ്പോൾ അതുകൊണ്ട് ഇന്നിപ്പോൾ യോഗ ചെയ്യാൻ പറയുമ്പോൾ ചെയ്യുന്ന ഒരു പാവ, അതാണ് ഇവിടെ നടക്കുന്നത്. ഇത് കണ്ടാൽ അത്രേ മനസ്സിലാകത്തുള്ളൂ. അല്ല വേറെന്താ, ആരോ പറഞ്ഞു ചെയ്തു, അല്ലാതെ ഇപ്പോൾ പെട്ടെന്നൊരു ദിവസം യോഗ ചെയ്യാൻ ഇറങ്ങാം. ഇപ്പോൾ വന്നിട്ട് പറയും യോഗ വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുക, ഫോട്ടോ ഇട്ടത് ഇപ്പോഴേ ഉള്ളതെന്ന് പറയും, മനസ്സിലായോ? ഇപ്പോഴാണ് ഫോട്ടോ ഇടാൻ തോന്നിയത്. ഇനി യോഗ ഡേ എന്ന് പറഞ്ഞാൽ ആ നാടകം വല്ലതാണോ നടക്കുന്നതെന്ന് അറിയത്തില്ല. ഈ സുരേഷ് ഗോപി ഇതിന് മുമ്പ് യോഗ ചെയ്തിട്ടുണ്ട്, എന്തുകൊണ്ട് ഫോട്ടോ വന്നില്ല? ഈ മോഹൻലാൽ ഇത്രമാത്രം ജിമ്മിൽ കയറി കറങ്ങി നടന്നിട്ടും ഫോട്ടോ വരുന്നുണ്ട്. സുരേഷ് ഗോപി എന്താ വരാഞ്ഞ്? അതും ഇത്തിരി ഉടുപ്പൊക്കെ മേടിച്ച്, പുതിയ യോഗ ഉടുപ്പ്, ഇതൊക്കെയാണ് യോഗ ചെയ്യുമ്പോൾ ഉടുപ്പ്. ഇത് പ്രഹസന നാടക പരിപാടിയാണ്. ഇങ്ങനെയുള്ള നാടകങ്ങളൊക്കെ ഇനി കുറേ കാണേണ്ടി വരും. എന്നുവെച്ചാൽ ഇതേ പറ്റത്തുള്ളൂ കേട്ടോ. അല്ല നിങ്ങൾ വിചാരിക്കുന്ന പോലെ അങ്ങ് മാസ് ഡയലോഗായിട്ടൊന്നും അങ്ങനെ കറങ്ങി ഇനി നടക്കാൻ പറ്റത്തില്ല. എന്തെങ്കിലും പറഞ്ഞു പോയി തെറ്റിപ്പോയാൽ കമ്പനിയിൽ നിന്ന് പിരിച്ചു വിട്ടാലോ, ടെർമിനേഷൻ ലെറ്റർ അവന്മാർ കൊടുത്ത് കഴിഞ്ഞ് തീർന്നു. അപ്പോൾ ആ ഒരു പർട്ടിക്കുലർ ഗ്രൂപ്പ് ഇത് ആരാണോ, ഇലുമിനാറ്റി എന്നൊക്കെ പറയുന്ന പോലൊന്നും അല്ല, പല ആളുകളും ഉണ്ടാവും, വലിയ വലിയ വമ്പൻ കമ്പനികൾ ഏർപ്പാട് ചെയ്യുന്ന ആൾക്കാരൊക്കെ തന്നെ. കേരളത്തിൽ തമിഴ്നാട്ടിൽ കുറച്ചുകൂടെ രാഷ്ട്രീയം ബാക്കി ഉണ്ടെന്ന് തോന്നുന്നു. ആ ഒരു ടൈപ്പ് കൾട്ട് മാറിയിട്ടില്ല. നോർത്ത് ഇന്ത്യയൊക്കെ മൊത്തം മാറിപ്പോയി, അതിൻ്റെ അറിയാനുണ്ട്. ഇപ്പോൾ ഇനിയിപ്പോൾ രാഹുൽ ഗാന്ധി എന്ന് പറഞ്ഞ ആൾ എന്തുണ്ടാക്കാനാന്ന് ചോദിച്ചാൽ അവർ വേറെ ഏതെങ്കിലും വലിയൊരു കമ്പനിയുടെ കോൺട്രാക്റ്റാണ് എടുത്തേക്കുന്നതെന്ന് അറിയത്തില്ല, അല്ലേ? ഇതൊക്കെ നടക്കത്തുള്ളൂ ഇനി. അത് മനസ്സിലായോ എന്തുവാന്ന്? മനസ്സിലായില്ലെങ്കിൽ മനസ്സിലായ പോലെ നടിച്ചോണം. എല്ലാ ആൾക്കാരും അവർക്ക് ഇതൊന്നും മനസ്സിലാകാത്തത് പൊട്ടനാന്ന്, മനസ്സിലായോ? അപ്പോൾ സുരേഷ് ഗോപി ഇനി അടുത്ത് എന്താണ് ചെയ്യാൻ പോകുന്നത് നോക്കുക. ഞാൻ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും വാർത്തകളുടെ ശ്രദ്ധ തെറ്റിക്കുക, അല്ലെങ്കിൽ മൊത്തത്തിൽ ആൾക്കാരുടെ ഒരു ഇന്ന പോലെ ഒരാൾ, അതായത് ഒരു എലക്റ്റഡ് മെമ്പർ ഓഫ് ദ പാർലമെൻറ്റ് എന്ന് പറയുന്ന ഒരു പ്രത്യേക ഡെസിഗ്നേഷനുള്ള ആൾ ചെയ്യേണ്ടാത്ത, അല്ലെങ്കിൽ അത് കാണിച്ചിട്ട് വലിയ കാര്യമില്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ? ഇവിടെ ഇയാളുടെ പദവിയിൽ ഇരുന്നു കൊണ്ട് അയാളുടെ റെസ്പോൺസിബിലിറ്റീസ് എന്തോ അതിനേക്കാൾ കൂടുതൽ വേറെ ഗിമ്മിക്സ്, ഇതുപോലത്തെ പൊട്ടത്തരം, മനസ്സിലല്ലേ? നല്ലൊരു പണി ആയിരിക്കത്തില്ല കാണിക്കുന്നത്. ഇത്തിരി കുറേ പരിപാടികളിൽ പ്രത്യക്ഷപ്പെടാൻ സാധ്യതയുണ്ട്. അങ്ങനെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. ഇയാളുടെ കമ്പനി പറഞ്ഞിട്ടുണ്ട് എന്ത് ചെയ്യണമെന്ന്. അയാളുടെ കമ്പനിക്ക് അനുസരിച്ച് ജോലി ചെയ്യുന്ന എക്സിക്യൂട്ടീവാണ്. നമ്മളെ സംബന്ധിച്ച് ഇവിടുത്തെ പൊതുജനം കാണുന്നത് മെമ്പർ ഓഫ് ദ പാർലമെൻറ്റ് എന്നൊക്കെ പറയുന്ന എന്തോ ഒരു സെറ്റപ്പാണ്. പക്ഷേ യഥാർത്ഥത്തിൽ അവിടെ ആ പാർലമെൻറ്റ് ഇപ്പോൾ പണിത് കൊടുത്തേക്കുന്ന ആരാണെന്നോ അവിടുത്തെ കറണ്ട് ചാർജ് അടയ്ക്കുന്ന ആരാണെന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ
പൊതുജനത്തിനേക്കാൾ കൂടുതൽ വേറെ ആരെങ്കിലും ആയിരിക്കും ഇതൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇവരുടെ ലക്ഷറിയും അല്ലെ ഇവരുടെ മറ്റു കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തേക്കുന്നത് മറ്റേതോ ഒരു കമ്പനി ആയതുകൊണ്ട് ഇങ്ങനെയുള്ള ചെയ്യാൻ പറ്റത്തുള്ളൂ. എത്ര ധൈര്യത്തിൽ ചെയ്യണമെന്നുണ്ടെങ്കിലും ഈ പറഞ്ഞ അനാവശ്യം മൊത്തം കാണിച്ചിട്ടും ഇത്ര അലമുണ്ടാക്കിയിട്ടും 32% ആൾക്കാർ വോട്ട് ചെയ്തിട്ടുള്ളൂ. ബാക്കി 68% പുള്ളിയോട് താല്പര്യം ഇല്ലാഞ്ഞവർ ആണെന്നുള്ള കാര്യം അങ്ങനെ ഉണ്ട്. അപ്പോൾ 3 പേരെല്ലാം മത്സരിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ റിസൾട്ട് മാറി തന്നെ 2 പേരുമായിട്ടാണ് മത്സരമെങ്കിൽ മാറിപ്പോകും. അതിൻ്റെ സിസ്റ്റം ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ടാണ്. അല്ലെ രണ്ടാമത് ഫസ്റ്റ് സെക്കൻഡ് കിട്ടിയവർ തമ്മിൽ മത്സരിക്കണം. ഇതിനകത്ത് 3 പേര് നിൽക്കുമ്പോൾ ഭൂരിപക്ഷം ജനം അംഗീകരിച്ചിട്ടുള്ള ആളല്ല ഇപ്പോൾ ആ ഭൂരിപക്ഷ ജനത്തെ ഭരിക്കുന്നത് എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അപ്പോൾ എന്തിനാട്ടെ ഇങ്ങനെയൊക്കെ വരുമ്പോൾ ബാക്കിയുള്ളവർ കണ്ടിരിക്കുക. ഇതിന് ഉത്തരവാദികൾ ആരാണ് എന്ന് ചോദിച്ചാൽ ആരുമല്ല. ഇതാണ് ഇപ്പോഴത്തെ ഒരു രീതി. ഇതൊക്കെ കാണുക കേൾക്കുക മിണ്ടായിരിക്കുക. അല്ലെ പിന്നെ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് വോട്ട് ചെയ്യാതിരിക്കാൻ ഒരു 10-35% ആൾക്കാർ ശ്രമിക്കണതാണ്. ഇതിപ്പോൾ ഇതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്തേക്കുന്നവർ ഇപ്പോൾ പള്ളിയുടെ വോട്ട്, പിന്നെ ഏതെങ്കിലും മതപരമായ ഇൻസ്റ്റിറ്റ്യൂഷൻ, ഈ റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനും ഒരു പ്രത്യേകതയുണ്ട്. അവരും ഈ പവർഫുൾ ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് നിൽക്കത്തുള്ളൂ. അതിപ്പോൾ രാഷ്ട്രീയക്കാരനാണ് രാഷ്ട്രീയക്കാരൻ, അല്ലെങ്കിൽ നേരത്തേക്ക് അങ്ങനെയാണ് കേന്ദ്രത്തിൽ പിടിയുള്ളവരെ ഇവിടെയുള്ള ചില ആൾക്കാർക്ക് വലിയ താല്പര്യമാണ്. അതുമല്ല കോർപ്പറേറ്റ് ആണെങ്കിൽ കോർപ്പറേറ്റ് അവരോട് നിൽക്കാനേ പറ്റത്തുള്ളൂ. കാരണം ഈ രാഷ്ട്രീയക്കാരെന്ന് പറഞ്ഞാൽ ഇവിടെ നടക്കുന്നവനൊക്കെ ഏത് ലെവലിലുള്ള ആൾക്കാരാണെന്ന് നിങ്ങൾക്ക് അറിയാലോ. അല്ലെങ്കിൽ സുരേഷ് ഗോപി പോലത്തെ ആൾക്കാർ അവർക്ക് വളരെ എന്താ പറയുക ഇതിനൊന്നും ഇങ്ങനത്തെ ഒരു പദവിയിൽ ഇരിക്കാൻ യോഗ്യരൊന്നും അല്ല യഥാർത്ഥത്തിൽ. പലരും ഈ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം ഒന്നും മനസ്സിലാവാതെയും എന്ത് ചെയ്യണമെന്ന് കേൾക്കുമ്പോൾ അറിയാത്തവനൊക്കെ കയറിയായി ഈ ഭരിക്കുന്നത്. അപ്പോൾ അവരെ കൺട്രോൾ ചെയ്യാൻ വേറൊരു കോർപ്പറേറ്റ് ഉണ്ടെങ്കിലേ പറ്റൂ. നേരത്തെയൊക്കെ പാർട്ടി എന്ന് പറഞ്ഞൊരു സെറ്റപ്പാണ്. അവരെയൊക്കെ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നടത്താൻ പാർട്ടി റിക്രൂട്ട് ചെയ്ത് എല്ലാ തരത്തിലുള്ള ആൾക്കാരും ഉണ്ടാവും. എഞ്ചിനീയേഴ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ അനാലിസിസ്റ്റോ അല്ലെങ്കിൽ CA-കാരൊക്കെ ഉണ്ടാവും ഇവരുടെ ഈ വലിയൊരു സിസ്റ്റത്തിനകത്ത്. പക്ഷെ ഇപ്പോൾ അതെല്ലാം വേറൊരു പ്രൈവറ്റ് ഏജൻസി നടത്തിക്കൊണ്ട് പോകുമ്പോൾ അതിന് തക്കതായ ആൾക്കാരെ അവർ ഇലക്ഷൻ നടത്തി വെറുതെ ഇവിടെ ഈ രാജ്യത്തായതുകൊണ്ടല്ലേ, വേറെ രാജ്യത്തൊക്കെയാണ് ഇങ്ങനെയല്ല നടക്കുന്നത്. ഇതിനകത്ത് കുറേ പരിപാടികളുണ്ട് വേറെ. അതിപ്പോൾ ഇവിടെ ഇതേ പറ്റത്തുള്ളൂ. ഇവിടെ മതം പിന്നെ ഈ പറഞ്ഞ പോലെ രാഷ്ട്രീയത്തിൻ്റെ രീതിയിലാണെങ്കിലും ആ ഒരു സംഭവത്തിൽ നിന്ന് മാറ്റിയെടുക്കാൻ കുറച്ച് സമയം എടുക്കും. അതവർ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഈ കാണുന്നതൊക്കെ. മാറുന്നുണ്ടെന്നുള്ളതിൻ്റെ സൂചനയാണ് നമുക്ക് ഈ പറഞ്ഞ പോലെ ആദ്യമേ തന്നെ മോഡിയുടെ രൂപത്തിലും ഒക്കെ വന്ന് കണ്ടായിരുന്നു. ഇനിയിപ്പോൾ അത് നോക്കാം, രസമായിരിക്കും. കുറച്ചാൾ ഒരു 2-3 ടേം കൂടെ കഴിയുമ്പോൾ, അതായത് 15 വർഷം കഴിയുമ്പോഴത്തേക്കിന് ഇത് കംപ്ലീറ്റ്ലി മാറും കേട്ടോ. അന്ന് ഇവിടെ ജീവിച്ചിരിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവും ഇത് ലാസ്റ്റ് എറ എന്ന് പറയുന്നത് ഒരു മോഡി തുടങ്ങിയപ്പോഴാണെന്നുള്ളത് അന്നേ മനസ്സിലാകത്തുള്ളൂ. അതുവരെ മനസ്സിലാകും.